ആർമീസേ, എല്ലാവർക്കും സുഖല്ലേ? ഒന്നുമില്ല, ഒരു സ്ഥിരം ക്ലീശ പറയാൻ വേണ്ടി വന്നതാ. ജസ്റ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ്. എന്നാലേ പുതിയ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വീഡിയോ എത്തിക്കാൻ സാധിക്കുള്ളൂ. വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഡെഡ് ആവും. സോ പ്ലീസ് ഹെൽപ്പ് മീ. കർത്താവേ, എന്നെ ഇവിടെ കണ്ട കുടുങ്ങിയത് തന്നെ. ഇവന്മാരെ വെച്ച് മൊത്തം ഫിറ്റിലും കാർഡ് ഇവിടെ വെച്ച് മുങ്ങുന്നതായിരിക്കും ബെറ്റർ. Hey Kitty, you are very hot. You are also. എടാ ആര്യ, അവിടെ നിക്ക്. ഓ, നീയായിരുന്നു. അല്ല, നീ ഇന്നലെ എങ്ങോട്ടാടി മുങ്ങി? സോറിയടാ, ഇന്നലെ ഇച്ചായ ഉണ്ടായത് അവിടെ, അതാ ഞാൻ വേഗം പോന്നെ. അല്ല, ജിമിനെവിടെ? ആർക്കറിയാം, ഞാൻ ഇന്നലെ രാത്രി കണ്ടത് അവന്. ഞാൻ ഈ റൂമിലുണ്ടാവുന്നു. റൂമിൽ വന്ന് നോക്കുമ്പോ അവിടെ ഇല്ല. ഇനി എവിടെയാണോ പോയി കിടക്കുന്നേവോ. ഏതായാലും വാ, നമുക്ക് ക്യാൻറ്റീൻ പോയി എന്തേലും തിന്നാം. ഡേയ് ആര്യ, അങ്ങന്നല്ലടാ. എന്താ ചേട്ടന്മാരെ, എനക്ക് ഉന്നോടൊരു കാര്യം சொல்ல വേണം. ഇന്നു മുതൽ നീതാ എന്നോട് ബോയ് ഫ്രണ്ട്. സോറി ചേട്ടാ, എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഡേയ്, ഉനക്ക് ഞാൻ சொன்னது புரியலையா? നീതാ എന്നോട് ബോയ് ഫ്രണ്ട്. ആഹാ, അത് ചേട്ടനങ്ങ് തീരുമാനിച്ച മതിയോ? അവൻ പറഞ്ഞല്ലേ അവനക്ക് താല്പര്യമില്ലാന്ന്. ഡേയ് വായ് മൂടടി, ഇല്ല എന്നാ ഉന്നെ അടിച്ചിടും. അയ്യടാ, ഞാൻ പന്നു തന്നതല്ലേ. ഡേയ്, ഉനക്ക് എന്നാടി പ്രശ്നമോ? ഞാൻ சொன்னது അവനോടുതാ. അതിനുള്ള ആൻസർ അവൻ തന്നും ചെയ്തു. പിന്നെന്തിനാ അവനെ നിർബന്ധിക്കുന്നേ? നീ വന്നേ യോങ്കി, ഇവന്മാരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എങ്ക പോണ്ടടാ? എന്നോട് അവന്റെ ഒരു കളി. പോടാ പോടാ, നീച്ചു പോടാ, തെരത്ത് പോയി കളിക്കടാ. ആ കിക്കട് കിട്ടിയപ്പോ അവന്മാരുടെ മോന്തെന്ന് കാണായിരുന്നു. എന്നാലും യോങ്കി നീ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഇതൊക്കെ എന്ത്? ഈ പഴശ്ശിയുടെ കളി ഇനിയും കമ്പനി എത്ര കാണാൻ കിടക്കുന്നു. ഡേ, നീ ഒന്ന് സൂക്ഷിച്ചോണ്ട് കേട്ടോ. അവന്മാരെ കണ്ടിട്ട് അത്ര നല്ല വെടിപ്പെല്ലാം തോന്നുന്നു. ഡോൺ വെറി മാൻ, ഇതൊക്കെ എന്നെ കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ. ഇനി അതിലും പോരെങ്കിൽ ദേ ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ എന്റെ ഗാർഡ്സ് ഉണ്ട്. ഇനി അവരെ വെട്ടിച്ച് വരെങ്ങാനും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ എച്ചായമാര് വരെ പൊടി പോലും വെച്ചേക്കില്ല. നീ സൂക്ഷിച്ചാൽ മാത്രം മതി. ഓ, അത്രയ്ക്കും വലിയ പുള്ളികളാണ് നിന്റെ ഇച്ചായന്മാര്? അത് നിനക്ക് എന്റെ ഇച്ചായന്മാരെ കുറിച്ച് നേരിക്കിനെ അറിയാഞ്ഞിട്ടാ. ഒന്ന് കൊടുങ്കാറ്റാണെങ്കിൽ
മറ്റത് തീയ. രണ്ടും അറിഞ്ഞു വിളയാടിയ സർവനാശം ഉറപ്പാ. ഓ, അത്രയ്ക്ക് വലിയ പുള്ളികളാണോ നിന്റെ ചായൻ? എന്നാ ഒന്ന് കാണണല്ലോ. ഒരു ദിവസം വീട്ടിലേക്ക് വാ, അപ്പ കാണിച്ചുതരാം. അങ്ങോട്ട് നോക്ക്, ആരാന്ന്? ഓ, ഇവനിട്ടൊരു പണി കൊടുക്കണല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? നീ വാ, ഇന്ന് അവന്റെ വണ്ടി വീട്ട് പോണ്ട. എടാ ജിമ്മി, നീ ആവശ്യമില്ലാത്ത ഒരു സാധനം വാങ്ങിച്ചു കൂട്ടാൻ നിൽക്കരുത്തിട്ടോ. ജിമ്മി, നിന്നോടാ ഞാൻ പറയുന്നേ. ഞാൻ കേൾക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് നോക്കാം ബാക്കി. ഹലോ ഗൈസ്, നിങ്ങൾ എന്താ ഇവിടെ? രാവിലെ നീച്ചപ്പോ ഇവന് നല്ല തലവേദന, അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വന്നതാ. അയ്യടാ, നല്ല തമാശ. സാധാരണ എല്ലാരും ഇങ്ങോട്ട് എന്തിനാ വരുന്നേന്ന് അറിയാലോ, പിന്നെ എന്തിനാ ചോദിക്കാൻ നിക്കുന്നേ? നീ പോടാ. ഞാനൊന്നും പോകത്തില്ല, വേണേ നീ പോടി കുരിപ്പേ. കുരിപ്പ് നിന്റെ മറ്റവൻ. രണ്ടൊന്നും നിർത്തി പറ്റി, തമ്മ കണ്ട തുടങ്ങിയല്ലോ രണ്ടും. അല്ല, ഇന്നെന്ത് പറ്റി? ബോഡി ഗാർഡ്സ് ഒന്നുമില്ല ഇപ്പം? സാധാരണ അതാണല്ലോ പതിവ്. ഇന്ന് ഞാൻ ഇച്ചായമാരപ്പാ വന്ന്. ഇച്ചായ, ഒന്നിങ്ങോട്ട് വന്നേ. ഇച്ചായ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഇത് ആര്യൻ. എടാ, അയാളല്ലേ? അപ്പൊ ഇവളുടെ ഇച്ചായനെ കുറിച്ച് തന്നെയാണോ നമ്മൾ ഇവളോട് കുറ്റം പറഞ്ഞേ? ഞാൻ തീർന്നു. നിങ്ങളെന്താ സ്വകാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. നീ ചായ എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ചുകൂടി ഏജ്ഡ് ആയ ആളെയാണ് പ്രതീക്ഷിച്ചേ. അപ്പൊ നിങ്ങൾ എന്റെ വലിയ ചായനെ കണ്ട എന്ത് പറയും? അല്ല ജിമിനെ, നിനക്കിതെന്ത് പറ്റി? നീ എന്തെങ്ങനെ കടന്ന് വിയർക്കുന്നേ? അത് പിന്നെ ഈ ചൂടോണ്ട്. ഈ എസിയിലാണോ നിനക്ക് ചൂട്? ചില സമയങ്ങളിൽ എസി ഉണ്ടായിട്ട് ഒന്നും ഒരു കാര്യമില്ല, എന്നാലും വേർക്കും. ഇച്ചായ, വലിയ ചായൻ എവിടെ? ഇങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞതാണല്ലോ. അവനൊരു കോളില്ല, അത് കഴിഞ്ഞെത്തും. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ്. അച്ചായ, ഇത് ജിമിൻ, ഇത് ആര്യൻ. എടാ സാഗരെ, നീ ഇങ്ങോട്ട് വന്നേ, ഒരു അത്യാവശ്യ കാര്യമായിട്ട് പറയാം. ഇച്ചായ, ഇവന് കഷ്ടം കേട്ടോ. ഇവർ രണ്ടുപേരും എനിക്ക് പ്രോമിസ് തന്നെ ഇന്ന് മൊത്തം എന്റെ ഒപ്പം നിൽക്കാൻ. എന്നിട്ടിപ്പോ അതിന് ആര് പ്രോമിസ് പറ്റിച്ചു? ഒരു ചെറിയൊരു മീറ്റിംഗ്, ഞാൻ ഇപ്പൊ ഇവിടെ തന്നെയാ. ഇപ്പൊ വരാന്ന് പറഞ്ഞ മുങ്ങാന രണ്ടിന്റെ പ്ലാനെങ്കിൽ രണ്ടിനും ഞാൻ വീട്ടിൽ കേട്ടില്ല കേട്ടോ. ഞങ്ങൾ മുങ്ങാനും പോകുന്നില്ല, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ ഇവിടെ താഴെ തന്നെ മീറ്റിംഗ്. നീ ഇവരൊപ്പം നിന്നോ. അപ്പൊ എന്നാ ശരിയടി, ഞങ്ങൾ പോട്ടെ. നാളെ നമുക്ക് കോളേജിൽ വെച്ച് കാണാം. അയ്യടാ, എങ്ങോട്ട് പോകുന്നു? ഇന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നേ പറ്റൂ. ഇപ്പൊ വേണ്ട, പിന്നെ ലിസാവട്ടെ. ഇച്ചായ, ഇത് നോക്കിയേ. നീ വിഷമിക്കൊന്നും വേണ്ട, അവര് വരും. അല്ലടാ ജിമിനെ? പിന്നെന്താ, വരാലോ. ഏതായാലും വിളിച്ചതല്ലേ, പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? നീ എന്താടാ പറയുന്നേ? ഇവന്മാരായിട്ട് എന്താണ് കച്ചറ കൂടി നമ്മള്? പോരാത്തതിനിപ്പോ വണ്ടിയിൽ കാറ്റ് വെച്ചിട്ടുണ്ട്. എങ്ങനെയാടാ ഒരാൾ വിളിച്ചിട്ട് വരില്ല എന്നൊക്കെ പറയുക? നിനക്കെന്താ പറ്റിയേ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആരായിട്ടാലും മാറിപ്പോവും. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. വാട്ട് എ ഫക്ക്! എന്താടാ പ്രശ്നം? ഏതോ ഒരു മായി കാറിന്റെ കാറ്റ് വീശി വിട്ടിരിക്കുന്നു.
എടാ അത് നിന്നല്ലേ പറയുന്നേ, ഒന്നും മിണ്ടാതിരിയടാ. അവന്റെ ദേഷ്യം കണ്ടില്ലേ, ഇതെങ്ങാനും അവൻ കേട്ട എന്നെ വെട്ടിക്കീറി വറകാക്കും. അവനെങ്ങാനും എന്റെ കയ്യെ കിട്ടിയുണ്ടല്ലോ, നീ അത് വിട്. ഏതിനും തല തെറിച്ച പിള്ളേരോ. ഇപ്പൊ തൽക്കാലത്തിന് എന്റെ വണ്ടി പോര്. എടീ, ഞങ്ങൾ പിന്നെ ഒരു ദിവസം വന്നാ പോരെ? അയ്യടാ, നിങ്ങളിതൊന്നും കാര്യക്കാൻ നിൽക്കണ്ട.